ഹായ് ബ്രൗണീസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ സ്കിൻ റൊട്ടീൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് മാസ്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അതായത് ആക്നെ മാർക്സിന്, ടാനിങ്ങിന്, ഡാർക്ക് സ്പോട്ട്സിന്, പിന്നെ ഗ്ലോവിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മാസ്കുകൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു രണ്ട് മാസ്കുകൾ വീതമാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് അതും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റ് വഴി ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സജഷൻസ് ഒക്കെ തരാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ ഇടാത്തൊരു ഫേസ് മാസ്കിൻ്റെ ഇത് ഞാൻ എൻ്റെ വീഡിയോയിലുള്ള മറ്റേ 6 സ്റ്റെപ്പ് ഫേഷ്യൽ റുട്ടീൻ്റെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ബ്രൈറ്റനിങ്ങിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പേജ് ആരെങ്കിലും ആദ്യമായിട്ട് വന്ന് കണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നുള്ളവരാണെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ. ആൻഡ് ഇതിൽ കൂടുതൽ നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചും പിന്നെ നമ്മുടെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൂടുതലും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. അപ്പോൾ എല്ലാ വീഡിയോസിനും മുമ്പായിട്ട് എൻ്റെ ഫേസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫേസ്. ആഫ്റ്ററും ഞാൻ കാണിച്ചു തരാവേ. ആദ്യത്തെ വീഡിയോ വന്നിട്ട് ആക്നേസിനുള്ളതാണ്. ഹായ് ബ്രൗണീസ്. അപ്പം നമുക്ക് ആദ്യത്തെ ഫേസ് മാസ്കിന് വേണ്ടത് നമ്മുടെ ആക്നേസൊക്കെ കുറയ്ക്കാൻ ആര്യവേപ്പാണ്. ആര്യവേപ്പ് എന്ന് പറയുമ്പോൾ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലെ ആക്നേസും ടൈനി ആക്നേസ് എല്ലാം കുറയാൻ നല്ലതാണ്. ഇത് അത്യാവശ്യം എല്ലാ മേഖലയിലും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. പിന്നെ നിങ്ങളുടെ ഫേസിന് പറ്റിയ രീതിക്ക് നിങ്ങൾ അത് അരച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ഉപയോഗിച്ചാണ് ഞാൻ നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്യാവേ. ഇനി പിന്നെ ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും 10-15 മിനിറ്റ് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഇനി ഫേസ് പാക്ക് ഫുള്ള് മുഖത്തിട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. ഫേസിൽ ഫുള്ള് വ്രിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ വന്ന് കുറച്ചുകൂടെ ഫേസിൽ ഏജ് തോന്നിക്കും. പിന്നെ നിങ്ങളെപ്പോൾ ഫേസ് പാക്ക് ഇട്ടാലും ഫേസിലിടുമ്പോൾ തന്നെ കഴുത്തിലും ഇടാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കഴുത്തിൽ വേറൊരു കളറും ഫേസിൽ വേറൊരു കളറും ആയിട്ടിരിക്കും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോ വന്നിട്ട് ആക്നെ മാർക്കിനുള്ള വീഡിയോസാണ്. അപ്പോൾ അടുത്ത പാക്കിനായിട്ട് നമുക്ക് വേണ്ടത് രക്തചന്ദനമാണ്, അതായത് റെഡ് വുഡ്. അതായത് നമ്മുടെ റെഡ് വുഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫേസിൽ അത്യാവശ്യം വ്രിങ്കിൾസ് മാറ്റാനും ടാനിങ് മാറ്റാനും ഫേസ് ഒന്ന് കുറച്ചുകൂടെ ഗ്ലോ ആകാനും മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്നെ മാർക്സ് ഒക്കെ കുറയാനാണ്. ഇത് അത്യാവശ്യം നിങ്ങൾക്ക് പറ്റുന്ന പരമാവധി നാച്ചുറൽ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ വാങ്ങിക്കാൻ നോക്കുക. ഇനി അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ പൊടിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അടുത്ത വന്നിട്ട് ടാനിങ്ങിലുള്ള വീഡിയോസാണ്. അപ്പോൾ ടാനിങ്ങിൻ്റെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ബ്രൂവും തക്കാളിയുമാണ്. തക്കാളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലെ ടാനിങ് ഒക്കെ അത്യാവശ്യം കുറയ്ക്കാൻ നല്ലതാണ്. അതിൽ ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി, വൈറ്റമിൻ എ ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം സ്കിന്നിന് നല്ലതാണ്. പിന്നെ കോഫിയും വന്നിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് തന്നെയാണ്. അത് നമുക്കൊരു എക്സ്ഫോളിയേറ്റിംഗ് ഫീൽ തരാനും അല്ലെങ്കിൽ പഫിനെസ് കുറയാനൊക്കെ നമുക്ക് ഫേസിന് ഇടാൻ പറ്റുന്ന ഒരു നല്ല സാധനമാണ്. അപ്പോൾ സ്ക്രബായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം ടാനിങ് മാറുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടാനിങ്ങിൻ്റെ ഫേസ് പാക്ക്. അപ്പോൾ രണ്ടാമത്തെ പാക്ക് വന്നിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു കുറച്ച് തൈരും പിന്നെ ഒരു സ്പൂണ് മഞ്ഞളുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. രണ്ടും ഹോം മെയ്ഡാണ്. അപ്പം പറ്റുന്ന പരമാവധി നിങ്ങൾ നാച്ചുറലായിട്ടുള്ളത് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ കേടിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ലാക്റ്റിക് ആസിഡും പ്രോട്ടീനൊക്കെ ഉള്ളതുകൊണ്ടും നമ്മുടെ സ്കിന്നൊന്ന് അത്യാവശ്യം ഇച്ചിരി സോഫ്റ്റ് ആകാനും ഒക്കെ നമുക്ക് സഹായിക്കും. പിന്നെ ഇതിൽ മഞ്ഞൾ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ടാനിങ്ങിന് ഹെൽപ്പ് ആവുന്നത്. അതായത് മഞ്ഞളിൽ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടൻ്റൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നൊന്ന് ടാനിങ് ഒക്കെ മാറി ഫേസ് ഒന്ന് ബ്രൈറ്റ് ആകാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പാക്കിലേക്ക് കിടക്കാം.
അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസിൻ്റെ ഗ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തത് നമ്മുടെ ഫേസിൻ്റെ ഒന്ന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മഞ്ചിഷ്ടയുടെ പൗഡറും നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറിൻ്റെ കൂടെയോ വെള്ളത്തിൻ്റെ കൂടെയോ എന്ത് വേണമെങ്കിലും കൂടെ മിക്സ് ചെയ്യാം, പാലിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ എന്നാന്ന് ചോദിച്ചാൽ ഇതിൽ നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോസസ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ കുറച്ച് അത്യാവശ്യം ഗ്ലോ വരാനും അല്ലെങ്കിൽ നമ്മുടെ പിമ്പിൾസിൻ്റെ മാർക്ക് പോകാനും പിഗ്മെൻറ്റേഷൻ മാറാനും നമ്മുടെ ഫേസിൻ്റെ ഡൾനെസ് ഒക്കെ ഒന്ന് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. കറ്റാർവാഴയാണ് നമ്മൾ ഡാർക്ക് സ്പോട്ട്സ് മാറാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതിൻ്റെ മഞ്ഞക്കറയെല്ലാം കളഞ്ഞ് നിങ്ങൾ ഫ്രഷ് അലോവേറ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അത് ഫ്രഷ് അലോവേറ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അല്ലാത്ത ഉപയോഗിച്ചാലും മതി. അപ്പോൾ അത് നമ്മുടെ ആലോവേറയിൽ അത്യാവശ്യം വാട്ടർ കണ്ടൻറ്റും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ അത്യാവശ്യം ഒന്ന് സ്മൂത്ത് ആകാനും നമ്മുടെ ഫേസിലുള്ള ഇറിറ്റേഷനും സൺ എക്സ്പോഷർ ചെയ്തുകൊണ്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഇത് പറ്റുന്ന പരമാവധി നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ രാത്രി കുളിയൊക്കെ കഴിഞ്ഞ് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യരുത്, അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റിലേക്ക്. അപ്പോൾ അടുത്തതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്, അതായത് പൊട്ടറ്റോ. പിന്നെ എടുത്തിരിക്കുന്നത് ഞാൻ തേനാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഉരുളക്കിഴങ്ങ് മാത്രം ഉപയോഗിച്ചാലും മതി. ഉരുളക്കിഴങ്ങിലാണ് എല്ലാം ഇരിക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് അരച്ച് മിക്സ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തേൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അത് അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമ്മുടെ പൊട്ടറ്റോയിൽ വന്നിട്ട് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും തന്നെയാണ്. അതുകൊണ്ട് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഫേസിൽ ഇച്ചിരി ബ്രൈറ്റ്നസ് ഉണ്ടാകാനും ആ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയാൻ പൊട്ടറ്റോ ജ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഇത്രയും ഫേസ് പാക്ക് ഞാൻ ഓരോരോ ദിവസം ഇട്ടിട്ട് തന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് മാറ്റമൊക്കെ മനസ്സിലാവുന്നുണ്ട്. എൻ്റെ മുഖത്തെ അത്യാവശ്യം വലിയ പിമ്പിൾസൊക്കെ കുറഞ്ഞു. ചെറിയ പിമ്പിൾസ് എനിക്ക് എപ്പോഴും ഫേസിലുള്ളതാണ്. എൻ്റെ ഫേസ് അത്യാവശ്യം ആക്റ്റീവ് ആക്നെയുള്ള ഒരു ഫേസാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസിലെ കുറച്ച് ഡാർക്ക് സ്പോട്ട്സും പിന്നെ ആ കറുത്ത പാടുകളൊക്കെ കുറഞ്ഞായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ കാണുന്ന വരെ, അടുത്ത ഹെയർ മാസ്കിൻ്റെ വീഡിയോ കാണുന്ന വരെ ബൈ.